പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം 4 ദേശങ്ങളുടെ സർവാധിപനായി പരശുരാമൻ വാഴിച്ച പരമ്പൊരുൾ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1.5 കിലോമീറ്റർ കിഴക്കായും പയ്യന്നൂർ പട്ടണത്തിൻ്റെ 1.5 കിലോമീറ്റർ തെക്കായും ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തരണനെല്ലൂർ തന്ത്രിമാരുടെ താന്ത്രിക കർമ്മങ്ങൾ നടക്കുന്നതും ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതുമായ ഭഗവാൻ മയിലേറി വന്നു എന്ന് വിശ്വസിക്കുന്ന ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1ാം ഗ്രേഡ് ക്ഷേത്രമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 6 അടി ഉയരമുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ്. കാരിക നിഗ്രഹത്തിന് ശേഷം യുവാവായ പെരുമാൾ നിൽക്കുന്ന രീതിയിലാണ് ഈ വിഗ്രഹം ഉള്ളത്. കവചകുണ്ടലങ്ങളും മാർച്ചട്ടയും അതുപോലെ തന്നെ മകുടവും എല്ലാം ധരിച്ചുള്ള ഒരു പെരുമാളാണ് പയ്യന്നൂർ പെരുമാൾ. 1500 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ പഴനിയിലും കർണാടകത്തിലുള്ള സുബ്രഹ്മണ്യത്ത് ഉള്ള പ്രതിഷ്ഠയും ഒരേ സമയത്താണ് നടന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പയ്യന്നൂരിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പയ്യൻ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ ഊര് എന്ന നിലയിലാണ് പയ്യന്നൂരിന് ആ പേര് ലഭിക്കാൻ ഇടയായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരശുരാമ സ്വാമി കേരളത്തെ മലയാള ഗ്രാമമായും തുളു ഗ്രാമമായും വിഭജിച്ചിട്ടുണ്ട്. മലയാള ഗ്രാമത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അധീശത്വം അന്ന് ഉണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങളായ തിരുവമ്പന്മാർക്കും അതുപോലെ തന്നെ കാരായ്മ പൊതുവാൾ സമുദായത്തിലുള്ളവർക്കും 10 വീട്ടിൽ പൊതുവാൾമാർക്കുമാണ് നൽകിയിട്ടുള്ളത്. ഉത്തര മലബാർ ഡിസ്ട്രിക്ട് കോടതിയുടെ സ്കീം പ്രകാരമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തി വരുന്നത്. 21 ട്രസ്റ്റിമാരാണ് ക്ഷേത്രത്തിനുള്ളത്. 6 ഊരാള ട്രസ്റ്റിമാരും 15 കാരാള ട്രസ്റ്റിമാരും അടങ്ങിയതാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ്. ബോർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരേ അധികാരവും അവകാശവുമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡിന് സ്ഥിരം ചെയർമാനില്ല. പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യൻ്റെ ശ്രീകോവിൽ, അതിനകത്ത് ഗർഭഗൃഹം, അതുപോലെ മുഖമണ്ഡപത്തിന് പുറത്ത് സോപാനം, ഇങ്ങനെയാണ് ഉള്ളത്. അതിനകത്ത് 2 ഇടനാഴികളും ഉണ്ട്. 4 തട്ടായിട്ടാണ് ശ്രീകോവിൽ നിലനിൽക്കുന്നത്. പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വിരളമാണ്. ഇവിടെ ആനയോ അമ്പാരിയോ കുതിരയോ അതുപോലെ തന്നെ കൊടിമരമോ പാടില്ല. കൊടിമരമില്ലാത്തത് കൊണ്ട് തന്നെ കൊടിയുയർത്തിയുള്ള ഉത്സവവും പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലില്ല. ആരാധനാ മഹോത്സവമാണ് പയ്യന്നൂർ അമ്പലത്തിലെ പെരുമാളുടെ ഉത്സവം. വൃശ്ചിക സംക്രമം മുതൽ വൃശ്ചികം 14 വരെയുള്ള 15 ദിവസം 16 ആരാധനകളാണ് നടക്കുന്നത്. ഭഗവതി പാട്ട് ആരംഭിച്ച് ഭഗവതി പാട്ടിൽ അവസാനിക്കുന്നതാണ് പയ്യന്നൂർ ക്ഷേത്രത്തിലെ ആരാധന ഉത്സവം. വളരെ അധികം ദാരുശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ വാതിൽ മാടവും അതുപോലെ തന്നെ ഗംഭീരമാർന്ന നമസ്കാര മണ്ഡപവും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. തൊട്ടടുത്ത് തന്നെ അകത്തെ അഗ്രശാല, കിടപ്പള്ളി എന്ന് പറയും, അതുപോലെ തന്നെ പ്രത്യേകം പൂവാറ, ഇതോടുകൂടിയിട്ടുള്ള നാലമ്പലമാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്തായി മുൻഭാഗത്ത് വലിയ ബലിക്കൽ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഉള്ള കന്യാഭഗവതി ക്ഷേത്രം, സമചതുരത്തിലുള്ള ശ്രീകോവിലും അതിനു മുന്നിൽ ചതുരാകൃതിയിലുള്ള പാട്ടുകോട്ടിലും ക്ഷേത്രത്തിലെ ഭഗവതിയെ കൊടുങ്ങല്ലൂരെ പോലെ പാടി പുകഴ്ത്തി ഉയർത്തി എഴുന്നേൽപ്പിച്ച് വാളിൽ ആവാഹിച്ച് ആ ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വയ്ക്കുന്നതോടുകൂടിയാണ് ഉത്സവം തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. അത് നവരാത്രി പോലുള്ള ഉത്സവങ്ങൾ ഭഗവതി ക്ഷേത്രത്തിൽ 9 ദിവസവും 10 ദിവസവും ഇവിടെ വരുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ ധാരാളം കുട്ടികൾക്ക് എഴുത്തിനിരുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് മുൻവശമുള്ള മറ്റൊരു ശ്രീകോവിലാണ് ഭൂതത്താർ ക്ഷേത്രം. പുരാതനമായ ജൈന ബുദ്ധ സമ്പ്രദായത്തിലുള്ള ഇരിക്കുന്ന വിഗ്രഹമാണ്. ശൈവാംശം ഉള്ള ക്ഷേത്രമാണ് ഭൂതത്താർ ഈശ്വരൻ. ഭൂതത്താർ ഈശ്വരന് ശ്രീകോവിലില്ല.
ചുറ്റും മതിലുകൾ, സമചതുരാകൃതിയിലുള്ള മതിലുകൾ മാത്രമേ ഉള്ളൂ. ആ മതിൽക്കകത്ത് വലിയൊരു ഇലഞ്ഞി മരമുണ്ട്. ആ ഇലഞ്ഞി മരത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. വർഷം മുഴുവൻ പുഷ്പിക്കുമെങ്കിലും, എല്ലാ ദിവസങ്ങളിലും അവിടെ പുഷ്പിക്കുമെങ്കിലും ആ മരത്തിന് ഇതുവരെ കായുണ്ടായിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ടായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ 2 ദേവന്മാരാണ് കുടികൊള്ളുന്നത്: ധർമ്മശാസ്താവും ഗണപതിയും. ഗണപതിയും ധർമ്മശാസ്താവും സ്വയംഭൂവാണ്. പടിഞ്ഞാറ് കൂഴത്തറയുണ്ട്. പയ്യന്നൂർ പെരുമാളുടെ വരവുകളെല്ലാം പടിഞ്ഞാറ് കൂഴത്തറ വഴിയാണ് വരേണ്ടത് എന്നാണ് വിശ്വാസം. കൂഴം എന്ന് പറഞ്ഞാൽ നെല്ല് അളന്ന് തിട്ടപ്പെടുത്തി ക്ഷേത്രത്തിലേക്ക് വരവ് വയ്ക്കുന്ന ചടങ്ങാണ്. കൂഴം കാൽക്കൂഴമുണ്ട്, അരക്കൂഴമുണ്ട്, ഒരു കൂഴമുണ്ട്. 9 പറ നെല്ല് അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വത്തിലേക്ക് വരവ് വെക്കുന്നതാണ് ഒരു കൂഴം. 5 പറ നെല്ല് അരക്കൂഴവും, 3 പറ നെല്ല് കാൽക്കൂഴവും. അതുപോലെ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ആയ അപ്പം കൂഴത്തോടൊപ്പം അപ്പവും കൂഴവുമാണ് പ്രാധാന്യം. കൂഴം അവിടെ ഒരു കൂഴം അപ്പോഴും അളക്കണം. പടിഞ്ഞാറേ കൂഴത്തറയിൽ ക്ഷേത്രപാലകൻ കുടികൊള്ളുന്നു. ക്ഷേത്രപാലകനാണ് ക്ഷേത്രത്തിലെ വരവും പോക്കും തിട്ടപ്പെടുത്തി പെരുമാളെ അറിയിക്കുന്ന. അതിന് പടിഞ്ഞാറേ അരയാൽത്തറ. പടിഞ്ഞാറേ അരയാൽത്തറയ്ക്ക് പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി മതിൽക്ക് പുറത്ത് നാഗസ്ഥാനമുണ്ട്. നാഗസ്ഥാനം നവീകരിച്ച് 2000-ൽ പുതിയ തറയും അതിൽ നാഗകന്നി, നാഗരാജാവ് അങ്ങനെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരം എന്ന് പറയും. പഴയ കെട്ടിടമാണ്. അത് 4 നിലകളായിട്ടാണ് ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ഈ മതിൽക്കുള്ളിൽ വഴിപാട് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നുണ്ട്. കിഴക്കേ ഗോപുരത്തിന് മുൻവശത്തായി കല്യാണ മണ്ഡപമുണ്ട്. അതിൻ്റെ വടക്ക് ഭാഗത്തായി ഓഫീസും അതോടനുബന്ധിച്ച് തന്നെ ഇവിടുത്തെ പുറപ്പെടാശാന്തികളായ നമ്പൂതിരിമാർക്ക്, മേൽശാന്തി ആയാലും കീഴ്ശാന്തിമാരായാലും അവർക്ക് താമസിക്കാനുള്ള എമ്പ്രാം മഠം, ആ കെട്ടിടത്തിൻ്റെ പേര് തന്നെ എമ്പ്രാം മഠം എന്നാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ നട അവസാനിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വിശാലമായ 2 ഏക്കർ 8 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ചെറയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഉത്സവാഘോഷ കമ്മിറ്റി ഓഫീസും സ്റ്റേജും വലിയ മൈതാനവും ക്ഷേത്രത്തിൻ്റേതായിട്ട് ഉണ്ട്. മറ്റ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് 22-ൻ്റെ പ്രതിഷ്ഠാ ദിനമാണ്. അത് 2024-ലെ പ്രതിഷ്ഠയോടുകൂടി മാർച്ച് 22-ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു. കർക്കിടക മാസത്തിലെ വാവ്, ആ ദിവസം ക്ഷേത്രത്തിലെ നിറ, പുത്തരി, പുന്നൽക്കൂഴം, അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കുമുള്ള തീയതി കുറിക്കുന്ന ദിവസമാണ് ഈ കർക്കിടക വാവ്. കർക്കിടകത്തിൽ നെൽക്കതിർ കൊണ്ടുവന്ന് നിറക്കുന്ന, അതായത് കാർഷിക വൃത്തിയെ, കാർഷികമായിട്ടുള്ള ആ അഭിവൃദ്ധിക്ക് വേണ്ടി ഉള്ള ഉത്സവമാണ് നിറ. അതിനുശേഷം പുന്നൽക്കൂഴം 18 പറ നെല്ല് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന്, പുതിയ നെല്ല് കൊണ്ടുവന്ന് അളന്ന് 9 പറ നെല്ല് ക്ഷേത്രത്തിലെ പുത്തരിക്ക് വേണ്ടുന്ന അരി ഉണ്ടാക്കുന്നതിനും 9 പറ നെല്ല് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കഴകങ്ങളും കാവുകളിലേക്കും അളന്ന് നൽകുകയുമാണ് ചെയ്യുന്നത്. അതായത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുത്തരിയോടനുബന്ധിച്ച് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശാധിപനായ പയ്യന്നൂർ പെരുമാളുടെ അധീനതയിലുള്ള മറ്റ് കാവുകളിലും ക്ഷേത്രങ്ങളിലും കഴകങ്ങളിലും അന്ന് തന്നെയാണ് പുത്തരി ഉണ്ടാവുക. പയ്യന്നൂർ ക്ഷേത്രത്തിലെ പുത്തരിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. അന്ന് അഹിന്ദുക്കളായ കേളോത്ത് തറവാട്ടിലെ മുസ്ലിം കാരണവന്മാരും മരുമക്കളും പരിവാര സമേതം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം അന്നുണ്ട്. അവരുടെ തറവാടിൽ നിന്നും കൊണ്ടുവരുന്ന മൺകലത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പയ്യന്നൂർ പെരുമാളുടെ ഈ വലിയ വലിക്കല്ലിനടുത്ത് കൊണ്ടുവെക്കാനുള്ള അവരുടെ അവകാശം. പുത്തരി അത്രയും മഹിമയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നതും. മാടത്തിലെ അത്തം നക്ഷത്രത്തിന് ക്ഷേത്രത്തിലെ പെരുമാൾക്ക് കളഭച്ചാർത്ത് ഉത്സവമാണ്. ഉത്സവത്തോട് അനുബന്ധിച്ച് 3 ദിവസം ശുദ്ധിയും 4-ാം ദിവസം ദ്രവ്യകലശവും നടത്തി വേണം കളഭച്ചാർത്ത് 5-ാം ദിവസം നടത്താൻ. കളഭച്ചാർത്തിന് 24 പാലിയ ചന്ദനം, ഏകദേശം 3 കിലോയോളം ചന്ദനം അരച്ചുണ്ടാക്കുന്ന ചന്ദനവും അതിൽ 70 ഗ്രാം കുങ്കുമകേസരവും 100 ഗ്രാം പച്ചക്കർപ്പൂരവും ചേർത്ത് ഉണ്ടാക്കുന്ന കളഭം ദേവൻ്റെ ശരീരത്തിൽ ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇക്കൊല്ലം 16 വഴിപാട് കളഭങ്ങൾ നടന്നിട്ടുണ്ട്. മറ്റൊരു
വഴിപാടാണ് അപ്പം കൂടം. 25 കിലോ അരിയുടെ അപ്പം വാർത്ത് ഉണ്ടാക്കി ദേവന് നിവേദിക്കുന്ന ചടങ്ങാണ് അപ്പം. തൃക്കാൽ തൊട്ട് ജപം, ശനിജപം പോലുള്ള ജപങ്ങളും അതുപോലെ വിശേഷാൽ പുഷ്പാഞ്ജലികളും, സാധാരണ പുഷ്പാഞ്ജലി, വിശിഷ്ടമായ നെയ്യമൃത്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പരശുരാമസ്വാമിക്ക് നെയ്വിളക്കുണ്ട്, ഒരു ദിവസത്തെ നെയ്വിളക്കുണ്ട്, ഒരു ദിവസത്തെ പൂജയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട്.